ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തു. അതിൽ ക്യൂട്ട് പ്രിൻറ്റബിൾ സ്റ്റിക്കേഴ്സിന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ ക്യൂട്ട് പിക്ചേഴ്സ് കിട്ടും കേട്ടോ. അങ്ങനെ കുറേ നേരം തപ്പി ഞാൻ കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ടിപ്പ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിൻ്റെ ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഫോണിലെ ബ്രൈറ്റ്നസ് നന്നായിട്ട് കൂട്ടി വെക്കാം കേട്ടോ. ഇനി ഒരു പേപ്പർ ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഇതാ കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് പെന്നാണുള്ളത് അത് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക. ഞാനിവിടെ ഒരു ബ്ലൂ ജെല്ലിങ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് പിക്ചേഴ്സ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്യാം കേട്ടോ. കളർ ചെയ്യാനായിട്ട് ഞാൻ നോർമൽ നമ്മുടെ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളേഴ്സാണോ ഉള്ളത് അത് യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ പിക്ചേഴ്സും കട്ട് ചെയ്തൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ സ്റ്റിക്കർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 ടൈപ്പ് സ്റ്റിക്കർ മേക്കിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പിക്ചറിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒരു സെല്ലോ ടേപ്പിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ നമ്മൾ സെല്ലോ ടേപ്പിൽ നിന്ന് എടുത്തിട്ട് ഇനി നമുക്ക് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഇതേപോലത്തെ OHP ഷീറ്റിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്റ്റിക്കർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഈ ഒരു സെല്ലോ ടേപ്പിൻ്റെ അകത്തായിട്ടാണ് പിക്ചർ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെല്ലോ ടേപ്പ് കുറച്ച് പുറത്തേക്കാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. നമ്മുടെ സെക്കൻഡ് മെത്തേഡിൽ ചെയ്തൊരു സ്റ്റിക്കറാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്റ്റിക്കറാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് സെല്ലോ ടേപ്പ് മാത്രം മതി കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് ജേർണലിൽ, അതേപോലെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊന്ന് അയച്ചു തരണം കേട്ടോ ഇതിൻ്റെ ഫോട്ടോസ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.